നമുക്ക് വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യാം. മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദം പ്രൊഫസർ അലിയാർ സർ. ഓക്കെ. പലപ്പോഴും സാറ് ഈ അധ്യാപകൻ എന്നുള്ള നിലയില് ആഹ്, ജീവിതം ആരംഭിച്ച് വന്ന ഒരാളാണ്. അപ്പോൾ സാറിന് അത് തന്നെയായിരുന്നോ? ഒരു അധ്യാപകനാവുക എന്നതായിരുന്നോ സാറിൻ്റെ മനസ്സില്? അല്ല, ഈ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഇന്നതാവുക എന്നൊരു വലിയ മോഹം ഒന്നും അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഒരു കോളേജ് അധ്യാപകനുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയ ഒരു ആളാണ്. എൻ്റെ നാട്ടിൽ തന്നെയുള്ള സി. ഭാസ്കര വാര്യർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം കോളേജ് നടത്തിയിരുന്നു. അപ്പോൾ ഞാനവിടെ പോവുമായിരുന്നു. അദ്ദേഹമാണ് ഏഹ്, ആദ്യമായിട്ട് ഞാൻ സെക്കൻഡ് ഇയർ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്നെ ഒരു ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടുന്നത്, പഠിപ്പിക്കാനായിട്ട്. ഓ, അത് ശരി. അപ്പോൾ അദ്ദേഹം അതിനു മുമ്പ് തന്നെ ഈ എസ്എൽസി കുട്ടികൾക്ക് നോട്ട് കൊടുക്കാനുള്ളതൊക്കെ എൻ്റെ കയ്യിൽ തന്നു വിടും. "നീ കൊണ്ടുപോയി നോട്ട് വായിച്ചു കൊടുക്ക്" എന്നൊക്കെ പറഞ്ഞ് തന്നു വിടുമായിരുന്നു. അപ്പോൾ എങ്ങനെയോ അദ്ദേഹത്തിന് തോന്നി കാണും, ഇവന് പറ്റിയൊരു പണി ഇതാണ് എന്ന് തോന്നി കാണും. അപ്പോൾ ഞാനന്ന് ഈ കുട്ടിക്കാലം മുതലേ പാട്ടും നാടകവും ഒക്കെയാണ് നമ്മുടെ ഒരു പ്രധാന പരിപാടി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, "ഈ അധ്യാപക വൃത്തി എന്ന് പറയുന്നത് നിനക്ക് പറ്റിയൊരു പണിയാണെന്ന് തോന്നുന്നു. കലയും സാഹിത്യവും അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ആയിക്കോട്ടെ" എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പ്രചോദനം എനിക്ക് ആദ്യം കിട്ടുന്നത് ഈ ഗുരുവിൽ നിന്നാണ്. അദ്ദേഹത്തിൽ നിന്ന്. പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 1, 2 അധ്യാപകരുണ്ടായിരുന്നു. അവർ പഠിപ്പിക്കുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്ന് എല്ലാവരും എഴുതി തരാൻ പറഞ്ഞു. അപ്പം ഞാൻ എഴുതി കൊടുത്ത അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നു. പറ്റുമെങ്കിൽ കോളേജ് അധ്യാപകനാകണം എന്നാണ് ആഗ്രഹം എന്ന് എഴുതി കൊടുത്ത അപൂർവ ആളുകളിൽ ഒരാൾ ഞാനായിരുന്നു. പിൽക്കാലത്ത് അങ്ങനെ ആയിത്തീരുകയും ചെയ്തു. സാറ് കോളേജിൽ പഠിപ്പിക്കുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു. ഇതിനിടയ്ക്ക് കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ പല കമ്മിറ്റികളും ഈ ജൂറി ഇതെല്ലാം കൂടെ എങ്ങനെയാണ് സാറ് അതിനിടയ്ക്ക് നാടകം വളരെ സമയമെടുത്ത് റിഹേഴ്സലും പല സ്ഥലങ്ങളിലും വേദികളിലും അതും മലയാളത്തിലെ പ്രഗത്ഭരായ മുടിചൂടാ മന്നന്മാരോടൊപ്പം തന്നെയാണ് സാറ് നാടകം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാം കൂടെ എങ്ങനെയാണ് സാറ് സമയം കണ്ടെത്തുന്നത്? സമയം നമ്മൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കല തന്നെയാണ്. അതൊരു പ്രത്യേക ഒരു സംഗതിയാണ്. ഇത് വലിയൊരു സംഭവമൊന്നും അല്ല. വിചാരിച്ചാൽ എല്ലാവർക്കുമൊക്കെ സാധിക്കുന്നതേ ഉള്ളൂ. ഇപ്പം നാടകം അഭിനയിച്ചിരുന്ന കാലം എന്ന് പറയുന്നത് 80കളായിരുന്നു. അപ്പോൾ കോളേജിൽ നിന്ന് നേരെ റിഹേഴ്സൽ സ്ഥലത്തേക്ക് പോവുക. അതാണ് വൈകിട്ട് 4 മണി കഴിയുമ്പോൾ ഞങ്ങൾ റിഹേഴ്സലിന് പോവുക. നരേന്ദ്രപ്രസാദ്, ഞാൻ, മുരളി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ലീലാ പണിക്കർ, അങ്ങനെ ഒരു വലിയ സംഘമുണ്ട്. അത് രാത്രി ഒരു 9 മണി വരെയൊക്കെ അതിന് പോകും. അങ്ങനെ കുറേ കാലം നാടകം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് അക്കാലത്താണ് വളരെ സജീവമായിട്ട് ഡബ്ബിങ്ങിലേക്ക് ഞാൻ തിരിയുന്നത്. അത് പലപ്പോഴും രാത്രിയായിരിക്കും. കാരണം പകല് കോളേജിലായതുകൊണ്ട് രാത്രിയായിരിക്കും. അങ്ങനെ അതിനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തിയിരുന്നു. പിന്നെ 74 മുതൽ ഞാൻ നാടക സംബന്ധിയായ ലേഖനങ്ങൾ എഴുതുമായിരുന്നു. അതൊക്കെ വല്ലപ്പോഴും വായിക്കുമ്പോൾ കിട്ടുന്ന ചില കാര്യങ്ങൾ എഴുതുക എന്നുള്ളത്. അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സമയമില്ല എന്ന് പറയുന്നത് സമയമുണ്ട്. എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് സമയം. ആ സമയത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, ഇരിക്കുന്നു. എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, അതാണ് ടൈം മാനേജ്മെന്റ്. അതിൻ്റെ ഒരു സംഗതിയിൽ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയ കാര്യമൊന്നും അല്ലത്. സാറ് ഈ ഡബ്ബിംഗ് മേഖല ഇപ്പൊ നാടകം വളരെ സീരിയസ് ആയി കണ്ട് അതിന്റെ റിഹേഴ്സലും അവതരണവുമായിട്ടൊക്കെ പോകുന്ന സമയത്താണ് യാദൃച്ഛികമായാണോ സാറ് ഡബ്ബിങ്ങിലേക്ക് അതോ ഇതിനു മുമ്പ് തന്നെ പലരും പറഞ്ഞിട്ടുണ്ടോ ശബ്ദം നല്ലതാണ്? ഇല്ലില്ല. ഡബ്ബിങ് വളരെ യാദൃച്ഛികമായിട്ട് വന്നതാണ്. ശബ്ദത്തെക്കുറിച്ചൊരു നല്ല അഭിപ്രായം കേട്ടത് ആദ്യം എൻ്റെ ശബ്ദം ആ, രേഖപ്പെടുത്തുന്നത് ആൾ ഇന്ത്യ റേഡിയോയിലാണ്. അത് ശരി. റെക്കോർഡ് ചെയ്യപ്പെടും. അത് ഞാൻ എംഎക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിൽ നിന്ന് ശാകുന്തളം നാടകം റേഡിയോയ്ക്ക് വേണ്ടി ചെയ്തിരുന്നു. അത് ശരി. അപ്പോൾ കോളേജിൽ നാടകം കളിക്കാൻ താല്പര്യരായിട്ടുള്ള ആളുകളുടെയൊക്കെ പിന്നെ ശബ്ദം അവർ നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ദുഷ്യന്തനായിട്ട് അഭിനയിക്കാൻ എനിക്കാണ് അവസരം കിട്ടിയത്. അപ്പോൾ അങ്ങനെ ആൾ ഇന്ത്യ റേഡിയോയിൽ വന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് റെക്കോർഡ് ചെയ്ത ആളിനെ എനിക്ക് ഓർമ്മയുണ്ട്. സരസ്വതി അമ്മ. അത് ശരി. പിൽക്കാലത്ത് റേഡിയോയിലൊക്കെ വളരെ വളരെ പ്രസിദ്ധമായ ആളുടെ. അപ്പം അവർ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി വിളിച്ചു. ഒരു കുട്ടികളെ കേൾക്കണ്ടേ എന്ന് ചോദിച്ചു. ഞങ്ങളത് കേട്ടു. കേട്ട് കഴിഞ്ഞിട്ട് അവർ എന്നോട് പറഞ്ഞു, "വളരെ നന്നായിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു അപേക്ഷാ ഫാറം വാങ്ങി പൂരിപ്പിച്ച് കൊടുത്താൽ
വല്ലപ്പോഴും നാടകത്തിനും എന്തിനെങ്കിലുമൊക്കെ വിളിക്കും. "നിനക്ക് പറ്റുന്നൊരു പണിയാണിത്. കൊള്ളാം" എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയുണ്ടായി. അത് ശരി. പക്ഷെ അന്നൊന്നും നമ്മൾ പിന്നെ അതിന് പോയില്ല. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു, ജോലി കിട്ടി, അങ്ങനെ അങ്ങ് പോയി. പിന്നെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ഈ റേഡിയോയുമായി ബന്ധപ്പെടുന്നത്. അതല്ലാതെ ശബ്ദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത് എനിക്കൊരു തൊഴിലായി സ്വീകരിക്കാമെന്നോ ഒന്നും അന്ന് ആലോചിച്ചിരുന്നില്ല. ഈ നാടകം കളിക്കുന്നതിനിടയ്ക്കാണ് ശബ്ദം ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. 1, 2 പേരൊക്കെ ചെറിയ ക്യാരക്ടറൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെയാണൊരു മേജർ പ്രോജക്റ്റ് ഞാൻ ചെയ്യുന്നത് മീനമാസത്തിലെ സൂര്യനിലാണ്. അത് ലെനിൻ രാജേന്ദ്രൻ്റെ പടം. അതിൽ വിജയ് മേനോന് വേണ്ടി ഡബ് ചെയ്ത ഞാനാണ്. അത് ശരി. കക്ക രവിക്ക് വേണ്ടി നരേന്ദ്രപ്രസാദാണ് ഡബ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് കോളേജിൽ നിന്ന് വൈകിട്ട് പോയി അത് ചെയ്യുമായിരുന്നു. അതൊരു വലിയ ബ്രേക്കായി. അതാണ് വളരെ പ്രധാനമായിട്ട് ആദ്യകാലത്ത് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം പോലെ കിട്ടിയ ഒരു വേഷം അതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ധാരാളമായിട്ട് അവസരങ്ങൾ വന്നു. അപ്പോൾ അത് നമ്മളങ്ങനെ ചൂസ് ചെയ്തതല്ല. അത് കൊള്ളാമെന്ന് തോന്നി ചെയ്തപ്പോൾ അതിനനുസരിച്ച് പിന്നെ കുറേ അവസരങ്ങൾ വന്നു. ഈ അന്യഭാഷയിൽ നിന്ന് വരുന്ന നടന്മാര് നടന്മാർക്ക് ആർക്കെങ്കിലും സാർ ഡബ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒരുപാട് പേരുണ്ട്. അന്യഭാഷയിലാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുനീത് നിസാറിന് ചെയ്തിട്ടുണ്ട്. ആ. പിന്നെ ഓംപുരിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. മൻസൂർ അലി ഖാൻ ചെയ്തിട്ടുണ്ട്. ആം, പിന്നെ അതാണ് തമിഴിൽ നിന്ന് വന്ന വേറെ ഒരുപാട് നാസറിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ശരി. അങ്ങനെ അന്യഭാഷയിൽ നിന്ന് വന്ന ഒരുപാട് ഒരുപാട് ആളുകൾക്ക് പേർക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും വില്ലന്മാർക്ക് വേണ്ടിയാണ് ആ ഒരു 85, 95 ഒരു 10 വർഷക്കാലം പ്രധാനമായിട്ടും ഡബ് ചെയ്തിട്ടുണ്ട്. ഡബ് ചെയ്തിട്ടുള്ളതാണ്. സാറിന് അജയ് രത്നം, തമിഴിലെ അജയ് അജയ് രത്നം. രത്നത്തിന് അങ്ങനെ സാറിന് കുറേ ദേശീയ അവാർഡ് ഡബ്ബിങ്ങിനുള്ള ദേശീയ അവാർഡ് ഡബിങ് അല്ല, കമന്ററി. കമന്റേറ്റർ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഏത് എന്ത് വർക്ക് ഏതൊരു അതൊരു ഡോക്യുമെന്ററിക്ക് അത് പിന്നെ ഞാൻ ഈ ഡബിങ് 95 കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡബിങ് സ്വപ്പം ഒന്ന് കുറഞ്ഞു. അപ്പം ആ ഒരു ഘട്ടത്തിലാണ് ഈ ഡോക്യുമെന്ററികൾക്ക് കമന്ററി പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അത് ഒരുപാട് അവസരങ്ങൾ വന്നു. ഇപ്പോഴും ഞാൻ ചെയ്തു തുടരുന്ന ഒരു പണിയാണ്. 2, 3 പ്രാവശ്യം 3 പ്രാവശ്യം സംസ്ഥാന അവാർഡും കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നാഷണൽ അവാർഡ് കിട്ടുന്നത്. 2015 അവാർഡാണ്. 2016 കിട്ടിയ അവാർഡ്. അത് ഒരു ഡോക്യുമെന്ററിക്ക് ഡബ് ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ്. അത് ഒട്ടും ഇത് പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ച് കിട്ടുമെന്ന് ഇതൊന്നുമല്ല. വിചാരിച്ചൊന്നുമല്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ കിട്ടിയ ഒരു പുരസ്കാരമായിരുന്നു അത്. ഈ നരേന്ദ്രപ്രസാദ് സാറ്, മുരളി സാറ്, ഈ പറഞ്ഞ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഇവരുമായിട്ടൊക്കെ ഉള്ള ഒരു നാടക ജീവിതം. അതില് സാറിന് സാറ് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന, സാറിനെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ സാർ ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? അല്ലാതെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ സംഭവത്തിൻ്റെ അല്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രത്യേകമായ ഒരു സംഭവമല്ല. അത് ഒരു വലിയ കൂട്ടായ്മയായിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ വളരെ പ്ലാൻ ചെയ്ത് ആരംഭിച്ച ഒരു നാടക പരിശ്രമമൊന്നും ആയിരുന്നില്ല. ഞങ്ങളിരിക്കുന്നതിനിടയ്ക്ക് വെച്ച് ഞാൻ നേരത്തെ നാടകത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു. നരേന്ദ്രപ്രസാദ് ഞാനും ആർട്സ് കോളേജിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിലാണ് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആഭിമുഖ്യത്തിൽ ഒരു വർക്ക്ഷോപ്പ്, നാടക പരിശീലന ക്യാമ്പ് നടന്നു. 29 ദിവസം നീണ്ടുനിന്ന കോളേജ് അധ്യാപകർക്ക് വേണ്ടി നടത്തിയ ഒരു ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ ഞാനുണ്ടായിരുന്നു, നരേന്ദ്രപ്രസാദ് ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് നാടകരംഗത്ത് വളരെ പേരെടുത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രൊഫസർ പി ഗംഗാധരൻ, ബിയാട്രിക്സ്, അലക്സിസ്, ഓമല്ലൂർ ഗോപാലകൃഷ്ണൻ, പ്രൊഫസർ വിജയൻ നായർ, അങ്ങനെ ഒരുപാട് പേര് ആ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് നരേന്ദ്രപ്രസാദ് ഒരു നാടകം എഴുതി തിരുവനന്തപുരത്ത് അമേറ്റർ നാടക സംഘത്തിന് വേണ്ടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവതരിപ്പിച്ചു. 79-ലായിരുന്നു. 80, 81 ആയപ്പോഴേക്കും ധാരാളമായിട്ട് നാടകങ്ങൾ എഴുതുകയും അവതരിപ്പിക്കുകയും അതിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്ത് വളരെ സജീവമായി. അപ്പോൾ അതിനകത്തുണ്ടായിരുന്നവരെല്ലാം വളരെ പ്രഗത്ഭരായിരുന്നു, വളരെ പ്രതിഭ ഉള്ളവരായിരുന്നു. ഈ പറഞ്ഞ ആളുകളെല്ലാം നരേന്ദ്രപ്രസാദും മുരളിയും എം.ആർ. ഗോപകുമാറും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും ലീലാ പണിക്കരും. അപ്പോൾ ഇവരുമൊക്കെ ആയിട്ട് ചേർന്ന് ഈ നാടകങ്ങൾ ചെയ്തത് അതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊരു വലിയ കൂട്ടായ്മയായിരുന്നു. ഇത്രയും ആളുകളുടെ സർഗാത്മകമായ കഴിവുകൾ ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള വലിയൊരു നാടക പരിശ്രമമായിരുന്നു. അതിന് വലിയ അംഗീകാരമൊക്കെ ലഭിക്കുകയും ചെയ്തു. തീർച്ചയായും. ഒരു അധ്യാപകൻ ഒരു അധ്യാപനവും കലാജീവിതവും സാറിന് തൃപ്തി നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു നടൻ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, കലാകാരൻ
അധ്യാപകൻ. സാറിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടിയിട്ടുള്ളത്? അത് തീർച്ചയായിട്ടും അധ്യാപനത്തിൽ നിന്ന് തന്നെയായിരിക്കും. അത് കാരണം അത് ഒരു വലിയൊരു സംഗതിയാണ്. കാരണം ഈ എവിടെ ചെന്നാലും നമുക്ക് ശിഷ്യന്മാരുണ്ട്. എവിടെ ചെന്നാലും നമുക്കൊരു ആദരവ് കിട്ടും എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. അതേസമയം അത് കഴിച്ചുള്ള ബാക്കിയുള്ള സമയങ്ങളിലാണ് നമ്മൾ ഈ കലാപ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയും, ഒരു നല്ല അധ്യാപകൻ കുറച്ച് അഭിനയവും, കുറച്ച് നർമ്മബോധവും, കുറച്ച് കലാപരമായ കഴിവുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വിജയിക്കാൻ പറ്റും. അതെ. ഇപ്പം എത്ര പാണ്ഡിത്യം ഉണ്ടെങ്കിലും ശരി, അനാകർഷകമായി പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തിരി പാണ്ഡിത്യം കുറഞ്ഞാലും കുറെ ശരി, കുട്ടികളെ പിടിച്ചിരുത്തത്തക്ക കാര്യത്തിലും പറയുന്നത് അവർക്ക് കിട്ടത്തക്ക കാര്യത്തിലും കുറച്ചുകൂടെ ആകർഷകമായി പഠിപ്പിക്കാനാവുമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് ഈ അധ്യാപനം എന്നുള്ളതിൽ നിന്ന് എനിക്ക് വലിയധികം വളരെയധികം സന്തോഷം, സംതൃപ്തി ലഭിച്ചിട്ടുണ്ട്. ഉം. അതിനോട് ചേർത്താണ് ഞാൻ ഈ ഈ നാടകവും അതുപോലുള്ള കലാപ്രവർത്തനങ്ങളും നടത്തി പോന്നിട്ടുള്ളത്. ഓക്കെ. സാറിന്റെ ജീവിതത്തില് ഈ കല, സിനിമ, സാംസ്കാരിക അധ്യാപകൻ എന്നുള്ള നിലയിലുമൊക്കെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ച, സാറിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു വിയോഗമാകട്ടെ, അല്ലെങ്കിൽ സാറിന് സംഭവിച്ച ഒരു സങ്കടകരമായിട്ടുള്ള എന്തെങ്കിലും? അങ്ങനെ പറയത്തക്ക ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിയോഗം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് നമ്മളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളുകൾ അകാലത്തിൽ മരിച്ചു പോകുന്ന വലിയ വിയോഗം തന്നെയാണ്. ഉദാഹരണത്തിന് 56-ാമത്തെ വയസ്സിലാണ് നരേന്ദ്രപ്രസാദ് മരിക്കുന്നത്. 56-ാമത്തെ വയസ്സിലാണ് നടൻ മുരളി മരിക്കുന്നത്. അത് ശരി. അപ്പോൾ മുരളി എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടുകാരാണ്. അടുത്തടുത്ത ഒരു പഞ്ചായത്തിലെ അടുത്തടുത്ത വാർഡുകാരാണ്. വളരെ കാലമായിട്ട് അറിയാവുന്നവരാണ്. ഒന്നിച്ച് ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. 10-40 വർഷം നീണ്ടു നിന്ന ഒരു സൗഹൃദമായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ആശുപത്രിയിലാവുകയും 2 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു പോവുകയും ചെയ്തതാണ്. അതൊന്നും വെറുമൊരു വിയോഗമെന്ന് പറഞ്ഞ് മാറ്റിവെക്കാവുന്നതല്ല. സഹിക്കാൻ പറ്റാത്ത വിഷമമായിപ്പോയി. അതുപോലെ തന്നെയാണ് നരേന്ദ്രപ്രസാദിൻ്റെയൊക്കെ മരണം. അങ്ങനെ ഈ സൗഹൃദങ്ങൾ ഒരുപാട് നമ്മളുമായിട്ട് അടുത്ത് നിന്ന ഒരുപാട് ആളുകൾ അകാലത്തിൽ മരിച്ചുപോയത് തീർച്ചയായിട്ടും വലിയൊരു വേദന ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. കാര്യങ്ങളാണ്.